നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. കുറ്റബോധം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അരവിന്ദൻ്റെ വിയോഗം ചിഞ്ചുവിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇനിയും വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് അവൻ പോയത്. വീട്ടിൽ നെടുന്തൂണായി നിന്ന് കുടുംബം പുലർത്തുന്നവനായിരുന്നു. അമ്മയുടെയും ചേച്ചിമാരുടെയും അനിയത്തിയുടെയും ജീവിതത്തിന് അവൻ നിറം കൊടുത്തു. 2 സഹോദരിമാരെ കുടുംബസ്ഥരാക്കി. അമ്മയ്ക്ക് താങ്ങായി നിന്നു. അരവിന്ദ് ചെറുപ്പം മുതൽ വീടിൻ്റെ തൂണായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെയും 3 സഹോദരിമാരുടെയും ജീവിതം അവൻ്റെ കൈകളിലായിരുന്നു. സ്വന്തം സ്വപ്നങ്ങളെല്ലാം അവൻ ഒതുക്കി വെച്ചത് കുടുംബത്തിനായി മാത്രമാണ്. അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം പോലെ വന്നതാണ് ചിഞ്ചു. അവൾക്ക് അരവിന്ദ് ഒരു സാധാരണ യുവാവായിരുന്നില്ല. അവളുടെ സന്തോഷം, സുരക്ഷ, ഭാവി എല്ലാം അവനായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയം. പക്ഷേ സമയം മുന്നോട്ട് പോയപ്പോൾ ചിഞ്ചുവിൻ്റെ വീട്ടിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നല്ലൊരു കേസ് വന്നപ്പോൾ വീട്ടുകാർ അവളെ നിർബന്ധിച്ചു. ഇനി എത്ര കാലം എനിക്ക് കാത്തിരിക്കേണ്ടി വരും? ഒരു ദിവസം ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. അരവിന്ദ് മിണ്ടാതെ നിന്നു. എന്തെങ്കിലും പറയൂ. 1 വർഷം കൂടി. ഇളയ സഹോദരിയുടെ പഠനം അപ്പോഴേക്കും തീരും. അതോടെ അമ്മയുടെ കടവും തീർക്കണം. പിന്നെ ഒരു നിമിഷം വൈകിക്കില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കും. എൻ്റെ ഉറപ്പാണിത്. ഇത് കേട്ട് ചിഞ്ചുവിൻ്റെ ഹൃദയം തളർന്നുപോയി. അത് അവൾക്കൊരു കൃത്യതയില്ലാത്ത വാഗ്ദാനം മാത്രമായിരുന്നു. ഇത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. നിനക്ക് നിൻ്റെ കുടുംബം മാത്രം മതി. ഞാൻ എന്തല്ലേ? അവൾ കരഞ്ഞു. നിനക്ക് എല്ലാം അറിയുന്നതല്ലേ ചിഞ്ചു? നീ എൻ്റെ ശ്വാസം തന്നെയാണ്. പക്ഷേ അവൻ ഇത് പറഞ്ഞെങ്കിലും അവൾക്ക് ദേഷ്യം വന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇനി നീ എന്നെ വിളിക്കണ്ട. ഞാൻ വീട്ടിൽ വിവാഹത്തിന് സമ്മതം പറയുകയാണ്. എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് മാത്രമല്ലല്ലോ പ്രശ്നങ്ങൾ. കോപവും വേദനയും ചേർന്നൊരു നിമിഷത്തിൽ അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ നമ്പർ തുറന്ന ദേഷ്യത്തിൽ അവൾ ബ്ലോക്ക് ചെയ്തു. അതൊരു ചെറിയ ക്ലിക്ക് ശബ്ദം മാത്രം ആയിരുന്നു. പക്ഷേ അവൻ കേൾക്കാൻ കാത്തിരുന്ന ശബ്ദത്തിന് മുന്നിൽ അതൊരു ഇരുമ്പ് വാതിൽ അടച്ചതുപോലെയായി. അരവിന്ദ് ഒരു 10 പ്രാവശ്യമെങ്കിലും അതിനുശേഷം ചിഞ്ചുവിനെ വിളിച്ചു കാണും. യൂസർ ബിസി, കോൾ ഫെയിൽഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ പല മെസ്സേജുകൾ അയച്ചു. ചിഞ്ചു പ്ലീസ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. പക്ഷേ മെസ്സേജ് ഒന്നും പോകുന്നില്ല. അല്ലെങ്കിൽ അവൾ കാണുന്നില്ല. ആ രാത്രി അവൻ ഒറ്റയ്ക്കായിരുന്നു. കുടുംബത്തിനായി മാത്രം ജീവിച്ച ഒരാൾ. സ്വന്തം വേദന പോലും പറയാൻ ഒരാളില്ലാതെ പോയി. അവൻ നിരാശയിലാണ്ടു. അടുത്ത ദിവസം രാവിലെ അവനെ വീട്ടിൽ മുറിയിൽ അവശനായി അമ്മ കണ്ടു. പിന്നീട് മുറിയിലെ മേശവലിപ്പിൽ നിന്നൊരു കുറിപ്പ് കണ്ടെടുത്തു. എനിക്കെല്ലാവർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനാകാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. പക്ഷേ ചിഞ്ചുവിനൊരു സുഹൃത്ത് വഴി വിവരം ലഭിച്ചപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി താഴെ വീണു. അവൾ അവൻ്റെ ചാറ്റ് തുറന്നു. അവൾ വിറച്ചുകൊണ്ട് അൺബ്ലോക്ക് അമർത്തി. അരവിന്ദ്, അവൾ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു. ചാറ്റ് തുറന്നു. അവൻ്റെ അവസാന മെസ്സേജുകൾ വായിക്കാത്തത് അവൾ കണ്ടു. ചിഞ്ചു, ദയവായി നീ ഒന്ന് ഫോൺ എടുക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. എനിക്കൊന്നിനും അർത്ഥമില്ലാത്തതുപോലെ തോന്നുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തു. സോറി അരവിന്ദ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരൂ. പക്ഷേ ആ സന്ദേശങ്ങൾ ഇനി ഒരിക്കലും അവന് കാണാനാകില്ല. അവൾ വാതിലടച്ച് ഉച്ചത്തിൽ കരഞ്ഞു. അവൾ സുഹൃത്തിൻ്റെ കൂടെ ഒടുവിൽ അവൻ്റെ വീട്ടിലെത്തി. അവൻ്റെ അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ ആകെ തകർന്നുപോയി. എൻ്റെ മോനെ, നീ ഇതെന്തിനു ചെയ്തു? നിൻ്റെ ഉള്ളിലെ സങ്കടം എന്തായിരുന്നു? നിനക്ക് ഈ അമ്മയോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? എനിക്കിനി ആരുണ്ട്? ഞാനിനി എന്തിനു ജീവിക്കണം? അമ്മ കരഞ്ഞുകൊണ്ടേയിരുന്നു. ചിഞ്ചു സ്ഥലകാലം മറന്ന് ഹൃദയം നുറങ്ങി ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവൻ എന്നോട് 1 വർഷം കൂടി മാത്രമല്ലേ ചോദിച്ചത്? അവൾ വിതുമ്പിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പോലും അവന് കൊടുത്തില്ലല്ലോ. ഈ പാപം എവിടെ കൊണ്ട് ഞാൻ തീർക്കും? പതിയെ അവൾ അവൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. കാണും വിധം മേശപ്പുറത്ത് അവൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ചെറുതായി ഒളിപ്പിച്ച പോലെ പിറകിൽ കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന അവളുടെ ഫോട്ടോ. തന്നെ കാണാനായിട്ടാണത് വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് സങ്കടം നിയന്ത്രണം വിട്ടുപോയി.
അവൾ അവൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്തു. സോറി, നീ എന്തിന് എന്നോട് ഈ കടുങ്കൈ ചെയ്തു? നിനക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരുന്നേനെ എന്ന് നിനക്കറിയില്ലേ? അവൾ വിതുമ്പി. അവൾക്ക് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. അവൻ കുടുംബത്തിനായി മാത്രം ജീവിച്ചവനായിരുന്നു, പക്ഷേ മരിച്ചത് അവൾക്ക് വേണ്ടി മാത്രവും. ഒരു സെക്കൻഡിൽ താൻ ചെയ്ത വിവേകശൂന്യമായ പ്രവൃത്തി ജീവിതത്തിൽ വലിയ ശൂന്യതയാണ് വരുത്തിയത്. അവൾക്ക് കുറ്റബോധത്താൽ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. കരച്ചിലിനിടയിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൾ അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. ആരൊക്കെയോ ചേർന്ന് അവളെ താങ്ങിയെടുത്തു. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുക. ഇനി അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.